PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നൽകി വരികയാണ്. അപ്പോൾ കുറേ പേരായിട്ട് ചോദിക്കുന്നു ഓരോ ക്ലാസ്സുകളും വരുന്ന സമയം പറയാവോ എന്നുള്ളത്. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഓരോ ക്ലാസ്സുകളും ഏത് സമയത്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസ് കേൾക്കാനിരിക്കുന്നവർ ഇൻട്രൊഡക്ഷൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങളും ഏത് സമയത്താണ് ക്ലാസ് വരുന്നത്, GK ടോപ്പിക് എപ്പോഴാണ്, മാത്സിൻ്റെ ക്ലാസ് എപ്പോഴാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എപ്പോഴാണ് റിവിഷൻ ചെയ്യുക, അങ്ങനെ പല ഡൗട്ട്സ് ആണ് എല്ലാവർക്കും. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്ത കേട്ടോ. ഒരുപാട് സംശയങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നമ്മൾ ഒരു ദിവസം 4 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാലത്ത് 10 മണിക്ക് നമുക്ക് GK ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ദെൻ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ. മാത്സ് 2 ദിവസം ഉണ്ടായിരിക്കും. അത് LDCക്കും LGSനും കോമൺ ആയിട്ടാണ്. ദെൻ ഇംഗ്ലീഷ്, മലയാളം അതുപോലെ 2 ദിവസം ഉണ്ടായിരിക്കും. അത് LDCക്കാർക്ക് മാത്രമാണ്. ദെൻ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ്, അത് ഓരോ ടോപ്പിക് വൈസായിട്ട് നമ്മൾ വിത്ത് എക്സ്പ്ലനേഷനാണ് ചെയ്യുന്നത്. അത് രാത്രി 8 മണിക്കാണ് ലൈവ്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 ലൈവും 2 റെക്കോർഡഡ് ക്ലാസ്സുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. പുതിയതായിട്ട് ജോയിൻ ചെയ്തവരാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ക്ലാസ് കഴിഞ്ഞ് PDF നോട്ട്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് മലയാളത്തിൽ വിപരീത പദം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നോട്ട്ബുക്കും പെന്ന് റെഡിയാക്കി വെച്ചോളൂ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വിപരീത പദം ആദ്യം ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിപരീത പദങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും PSC ഒരുപാട് മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിപരീത പദത്തിൻ്റെ കേസിലാണെങ്കിലും പര്യായമാണെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മലയാളം PYQ തന്നെയാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ പഠിപ്പിച്ചിട്ട് പിന്നെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, നിന്ദ എന്ന പദത്തിൻ്റെ വിപരീതം. നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ അവഗണിക്കുക അല്ലേ. നിന്ദിക്കുക എന്നുള്ള ഒരർത്ഥം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം നിന്ദ എന്ന് പറയുന്ന പദത്തിൻ്റെ വിപരീതമാണ്. ഒരാളെ നിന്ദിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വിപരീതം എന്തായിരിക്കും? അയാളെ നല്ലത് പറയണം അല്ലേ, അതായത് സ്തുതിക്കുക. ഓക്കെ, അപ്പം അതിൻ്റെ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ D ആണ്. സ്തുതിക്കുക എന്നതാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, നിന്ദ എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? സ്തുതി. ഓക്കെ, സ്തുതിയാണ്. അപ്പോൾ ഒരാളെ നിന്ദിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അയാളെക്കുറിച്ച് നല്ലത് പറയാം, അതായത് സ്തുതിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അത് കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം, ശ്ലാഘ്യം എന്നതിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ശ്ലാഘ്യത്തിൻ്റെ വിപരീത പദം ഗർഹ്യം എന്നാണ് കേട്ടോ. ഗർഹ്യം. ശ്ലാഘ്യത്തിൻ്റെ വിപരീത പദം എന്താണ്? ഗർഹ്യമാണ്. ഇതും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത്, പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ്? പ്രാചി എന്ന് പറയുന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താ? പ്രതീജി ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, മദീഷ, മരീചി, മുജരി എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. പ്രാചി എന്ന വാക്കിൻ്റെ വിപരീതം അതേപോലെ പ്രായിൽ തുടങ്ങുന്നതാണ് പ്രതീജി. അപ്പോൾ പ്രായും ചായും ഒക്കെ ഉണ്ട് അല്ലേ, ചീയും പ്രായും ഒക്കെ ഉണ്ട്. അപ്പം പ്രാചിയുടെ വിപരീത പദം എന്താ? പ്രതീജി. അടുത്തത്, ഡാഷ് ആണ് ഉന്മീലനത്തിൻ്റെ വിപരീത രൂപം. ഉന്മീലനത്തിൻ്റെ വിപരീത രൂപം എന്താണ്? ഉന്മീലനം പോലെ തന്നെ നിമീലനം. ഓക്കെ, നിമീലനം. ഉന്മീലനത്തിൻ്റെ വിപരീത രൂപമാണ് നിമീലനം എന്ന് പറയുന്നത്. അടുത്തത്, തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം. തിക്തം എന്ന് പറഞ്ഞാൽ കയ്പ് എന്നാണ് അർത്ഥം. തിക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്പ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഓപ്ഷൻ B, മധുരം അല്ലേ. കയ്പിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മധുരമാണ്. അപ്പോൾ തിക്തം എന്ന് പറഞ്ഞാൽ കയ്പാണ്. അപ്പോൾ കയ്പ്, ചവർപ്പ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഗണത്തിൽ പെടും. പിന്നെ പുളിപ്പാ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ കയ്പിൻ്റെ ഓപ്പോസിറ്റ് എന്താ? മധുരം അല്ലേ. നമ്മൾ പറയേ കഴിച്ചിട്ട് ഇറക്കാനും പാടില്ല, മധുരിച്ചിട്ട് തുപ്പാനും പാടില്ല അല്ലേ. അപ്പോൾ കയ്പിൻ്റെ ഓപ്പോസിറ്റ് മധുരമാണ്. അപ്പോൾ തിക്തം എന്ന് പറയുന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? മധുരം എന്നുള്ളതാണ് കേട്ടോ. മധുരം. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്ത ജോഡി ഏതാണ്? ഇവിടെ വിപരീത പദങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ ആയം വ്യയം എന്ന് തന്നിട്ടുണ്ട്. ആയത്തിൻ്റെ ഓപ്പോസിറ്റ് വ്യയം, അത് ശരിയാണ്. ഓക്കെ. അടുത്ത ആരോഹണം അവരോഹണം. ആരോഹണത്തിൻ്റെ ഓപ്പോസിറ്റ് അവരോഹണമാണ്, അതും ശരിയാണ്. ഇവിടെ ജ്ഞാനം വിജ്ഞാനം എന്ന് തന്നിട്ടുണ്ട്, അത് ശരിയാണോ? അല്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാണ് അല്ലേ? അറിവ്. ജ്ഞാനം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അജ്ഞാനം എന്നാണ്. ജ്ഞാനം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അജ്ഞാനം എന്നാണ്. ഓക്കെ. അപ്പോൾ ഇതിവിടെ വിജ്ഞാനം എന്നാണ് തന്നിരിക്കുന്നത്. സോ അതാണ് തെറ്റിപ്പോയത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് തമസ് ജ്യോതിസ്. അത് രണ്ടും ശരിയാണ് അല്ലേ? തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ജ്യോതിസ് എന്ന് പറഞ്ഞാൽ വെളിച്ചം. അപ്പോൾ തമസ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ജ്യോതിസ്. രണ്ടും ശരിയാണ്. ഓക്കെ. അപ്പോൾ ആയം വ്യയം, ആരോഹണം അവരോഹണം, തമസ് ജ്യോതിസ്, ജ്ഞാനം അജ്ഞാനം എന്നുള്ളതാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ. അടുത്ത ചോദ്യം, വിപരീത പദം കണ്ടെത്തുക. ആരോഹണം കണ്ടോ, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ആരോഹണം നമ്മൾ തൊട്ട് മുൻപ് കണ്ടു. ആരോഹണത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അവരോഹണം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആരോഹണത്തിൻ്റെ ഓപ്പോസിറ്റ് അവരോഹണം. അടുത്തത് മന്ദം എന്ന വാക്കിന്റെ വിപരീത പദം. മന്ദം. മന്ദം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേട്ടിട്ടുണ്ട്, മന്ദമാരുതൻ അല്ലെ? എന്താണ് മന്ദം എന്ന് പറഞ്ഞാൽ? പതുക്കെ എന്നാണ് അർത്ഥം അല്ലെ? മന്ദം പതുക്കെ. അപ്പൊ ഇവിടെ എന്താ പതുക്കെ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വേഗത്തിൽ, പെട്ടെന്ന്, സ്പീഡിൽ എന്നുള്ള രീതിയിലാണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കേ വാക്കുകൾ: ശുഭം, ശീഘ്രം, ശമം, സ്ഥൂലം. ഇതിലേതാണ് പെട്ടെന്ന്? ശീഘ്രമാവട്ടെ എന്ന് നമ്മൾ പറയല്ലേ? പെട്ടെന്ന് ആവട്ടെ എന്ന് പറയുന്നതിന് ശീഘ്രമാവട്ടെ. അപ്പൊ ശീഘ്രം പെട്ടെന്ന്. അപ്പൊ മന്ദം പതുക്കെ, ശീഘ്രമാണ് അതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, പെട്ടെന്ന് എന്നുള്ള അർത്ഥം. അടുത്ത ചോദ്യം, ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതം. ഈ ദൃശ്യം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ഓപ്ഷൻ 3 ആണ് കേട്ടോ. അതായത് സദൃശം. സദൃശം. ഈ ദൃശ്യം എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സദൃശം എന്നാണ്. ഓക്കെ, സദൃശം, സദൃശം. അടുത്തത്, ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ആർജവം. ആർജവം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആർജവത്തിൻ്റെ ഓപ്പോസിറ്റ്. ആർജവം എന്ന് പറഞ്ഞാൽ നേരെയുള്ളത് എന്നാണ് കേട്ടോ. ആർജവം എന്ന് പറഞ്ഞാൽ നേരെയുള്ളത്. അപ്പോൾ കുറച്ച് വളഞ്ഞ വഴി അല്ലേ? വക്രബുദ്ധി എന്നുള്ളൊരു അർത്ഥം വരുന്നത് ഏതായിരിക്കും? കൗടില്യം അല്ലേ? കൗടില്യം എന്ന് പറഞ്ഞാൽ വക്രബുദ്ധി. അപ്പോൾ ആർജവം, കൗടില്യം. 1 ബി ആണ്. അപ്പോൾ 1 ബി വരുന്ന 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഓപ്ഷൻ സിയും ഓപ്ഷൻ എയും ഉണ്ട്. അപ്പോൾ ബിയും അല്ല ഡിയും അല്ല എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി ആത്മീയം. ആത്മീയം എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ആത്മീയം എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭൗതികമാണെന്ന് നമുക്കറിയാം. ഭൗതികം. അപ്പോൾ 2 എ ആണ്. അപ്പോൾ 1 ബി 2 എ വരുന്ന ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ എ. ഓക്കെ. അപ്പോൾ ആർജവത്തിൻ്റെ ഓപ്പോസിറ്റ് കൗടില്യം, ആത്മീയത്തിൻ്റെ ഓപ്പോസിറ്റ് ഭൗതികം. ആദാനം. ആദാനത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? പ്രധാനം. ആദാനം, പ്രധാനം. ആന്തരം. ആന്തരത്തിൻ്റെ ബാഹ്യം അല്ലെ? ആന്തരബലം, ബാഹ്യബലം. ആന്തരം എന്ന് വെച്ചാൽ അകത്ത്, ബാഹ്യം എന്ന് വെച്ചാൽ പുറത്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സയൻസിലൊക്കെ പഠിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ആന്തരം, ബാഹ്യം. ഓക്കെ. അടുത്തത്, ആമയം എന്ന വാക്കിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ആമയം. ആമയം എന്ന് പറയുന്ന വാക്കിന്റെ വിപരീത പദം ഏതാണ്? ആമയത്തിൻ്റെത് നിരാമയം ആണ് കേട്ടോ. ആമയം എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നിരാമയം. നിരാമയം. എപ്പോഴും ചോദിക്കുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ. അടുത്തത്, വിയോഗം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? വിയോഗം. വിയോഗത്തിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. വിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വേർപിരിയുക അല്ലെ? അപ്പോൾ ഒരുമിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഓപ്ഷൻ സി ആണ് സംയോഗം. സംയോഗം. വിയോഗം. വിയോഗത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സംയോഗം. അടുത്തത്, നാഗരികം എന്നതിന്റെ വിപരീതം. നമുക്ക് എല്ലാവർക്കും അറിയാം. നാഗരികം എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഗ്രാമീണം എന്നാണ് കേട്ടോ. ഗ്രാമികം എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാമീണം എന്നുള്ളതാണ്. നാഗരികത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഗ്രാമീണം. അടുത്തത്, ദുഷ്കരം. ദുഷ്കരം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ദുഷ്കരത്തിന്റെ വിപരീത പദം ഓപ്ഷൻ സി ആണ് സുകരം. സുകരം. ദുഷ്കരത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സുകരമാണ്. ഇവിടെ സുഖകരം എന്നൊക്കെ കൊടുക്കും, അത് തെറ്റാണ്. സുകരം. ദുഷ്കരത്തിന്റെ ഓപ്പോസിറ്റ് സുകരം. അടുത്തത്, അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. എന്താ? അനശ്വരതയെ കുറിച്ചുള്ള ചിന്തകൾ. അനശ്വരത. അനശ്വരത എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അനശ്വരം എന്നല്ലേ? അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നശ്വരമാണ്. നശ്വരം എന്ന് പറയുന്നതിന്റെ ഫ്രണ്ടിലാണ് ആ ഇടുന്നത് അല്ലേ? അപ്പോൾ അത് അനശ്വരമാവും. അപ്പോൾ അനശ്വരത എന്ന് പറയുന്നത് നശ്വരമാണ്. അനശ്വരം, നശ്വരമാണ് ഓപ്പോസിറ്റ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്?
സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്നതിൻ്റെ വിപരീതം എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, പാരതന്ത്ര്യം. സ്വാതന്ത്ര്യം, പാരതന്ത്ര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. സ്വാതന്ത്ര്യത്തിന്റെ ഓപ്പോസിറ്റ് പാരതന്ത്ര്യം എന്നാണ് കേട്ടോ. സ്വാതന്ത്ര്യം എന്ന പോലെ തന്നെ ഈ വാലുണ്ട്, ഇവിടെ പാരതന്ത്രം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്നെഴുതുന്ന പോലെ തന്നെ ഈ കുനിപ്പുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, ധീരൻ എന്ന പദത്തിന്റെ വിപരീതം. ധീരൻ എന്ന് പറയുന്നതിന്റെ വിപരീത പദം എന്താണ്? ധീരനായ ആള്. മറ്റേ ആൾ എന്താ പറയുക? ധീരനല്ലാത്ത ആളെ ഭീരുവാണ് അല്ലേ, അവൻ ഭീരുവാണെന്ന് പറയും. അപ്പൊ ധീരൻ എന്നതിന്റെ വിപരീതം ഭീരു, ഭീരു. അടുത്തത് ദൃഢം. ദൃഢം എന്നതിൻ്റെ വിപരീത പദം. ദൃഢമായത്, ദൃഢമായ കെട്ടിടം, ദൃഢമായിട്ടുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഓപ്ഷൻ സി ശിഥിലം. ശിഥിലം എന്നതാണ് ഓപ്പോസിറ്റ്. അടുത്ത ചോദ്യം, വിപരീത പദം കണ്ടെത്തുക. പശ്ചിമം. പശ്ചിമം എന്നതിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടം, പൂർവഘട്ടം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി എന്താ? പൂർവം. പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, പൂർവം എന്ന് വെച്ചാൽ കിഴക്കാണ്. സോ പശ്ചിമം, പൂർവം ആണ് ഓപ്പോസിറ്റ്. അടുത്ത ചോദ്യം, ആകർഷണം വിപരീത പദം. ആകർഷണത്തിന്റെ വിപരീതം നമ്മൾ കാന്തമൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. കാന്തമൊക്കെ പഠിക്കുന്ന സമയത്ത് ആകർഷണം, വികർഷണം, ആകർഷിക്കുക, വികർഷിക്കുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആകർഷണം, വികർഷണമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിപരീത പദങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് PSC മുൻപ് ചോദിച്ചിട്ടുള്ള ഒരുപാട് വിപരീത പദങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് കുറച്ചെണ്ണം പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് ധനം. ധനം എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഋണം ആണ്. ഓക്കെ, ധനം എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഋണമാണ്, ഋണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ വരാം. ധനം ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അല്ലേ, ധനം നമ്മുടെ കയ്യിലില്ല എന്ന് വിചാരിച്ചോ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ പറയും പൈസ ഇല്ലാതെ ഞാൻ ഇച്ച, ഇഞ്ഞ, ഇന്ന, ഇറയൊക്കെ വരച്ചു അല്ലേ. അപ്പോൾ നമ്മൾ തൽക്കാലം ധനം കയ്യിലില്ലാത്തതുകൊണ്ട് ഇറാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇറ് വരച്ചു എന്ന് ഓർത്താൽ മതി. അപ്പോൾ റ് വെച്ചിട്ടുള്ള വേർഡാണ് ഋണം. ധനത്തിൻ്റെ ഓപ്പോസിറ്റ് ഋണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്തായാലും ചിന്തിക്കത്തില്ല. അപ്പോൾ ധനം എന്ന് പറയുമ്പോൾ നമ്മൾ ധനമില്ലെങ്കിൽ റ് വരച്ചു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ധനം പണമാണെന്ന് ഓർക്കാം. അപ്പോൾ പണം പോലെ ണം അവസാനിക്കുന്നതാണ് ധനത്തിൻ്റെ ഓപ്പോസിറ്റ്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ധനത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഋണം ആണ്, ഋണം. ഓക്കെ, ഋണം എന്ന് വെച്ചാൽ കടം എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ, കടം. അടുത്തത് പ്രത്യക്ഷം. പ്രത്യക്ഷം, പ്രത്യക്ഷത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? എല്ലാവർക്കും അറിയുന്നതാണ് പരോക്ഷം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്, നേരിട്ട്. പരോക്ഷം എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലേ. അപ്പോൾ പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി നമ്മൾ പഠിക്കുന്നതാ. അപ്പോൾ പ്രത്യക്ഷത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പരോക്ഷം. അടുത്തത് ജാഗരം. ജാഗരം എന്നതിൻ്റെ ഓപ്പോസിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സുഷുപ്തി. എന്താണ്? സുഷുപ്തിയാണ് ജാഗരം. ജാഗരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സുഷുപ്തി. അപ്പം ജാഗരം എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ പറയില്ലേ ക്ലാസ്സിൽ ജാഗരൂകരായിട്ടിരിക്കണം അല്ലേ. ജാഗരൂകരായിട്ടെന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കണം, അല്ലാതെ ഉറങ്ങിയിരിക്കാൻ പാടില്ല. അപ്പം സുഖ സുഷുപ്തി എന്നൊക്കെ പറയാറുണ്ട്. സുഖ സുഷുപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സുഖകരമായിട്ടുള്ള ഉറക്കം. അപ്പം സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന അവസ്ഥയാണ്. അപ്പം ജാഗരം, ജാഗരൂകരായിട്ടിരിക്കുക, ഉണർന്നിരിക്കുക, ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സുഷുപ്തി. ഓക്കെ, അടുത്ത വേർഡാണ് അണിയം. അണിയം, അണിയം അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അമരം. അമരം, അണിയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അമരമാണ്. അപ്പം അണിയം എന്ന് വെച്ചാൽ വള്ളത്തിൻ്റെ മുൻഭാഗം എന്നാണ് അർത്ഥം കേട്ടോ. വള്ളത്തിൻ്റെ മുൻഭാഗമാണ് അണിയം. അപ്പം അമരം എന്താണ്? വള്ളത്തിൻ്റെ പുറകു ഭാഗം. ഓക്കെ, പിൻഭാഗം. വള്ളത്തിൻ്റെ മുൻഭാഗത്തെ അണിയമെന്നും പിൻഭാഗത്തെ അമരം എന്നുമാണ് പറയാം. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. ആ മരം അല്ലേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു തോണി ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ ഒരു തോണി, വള്ളം. ഓക്കെ, തോണിയുടെ വള്ളത്തിൻ്റെ മുൻഭാഗമാണ് അണിയം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് മുൻഭാഗം, അണിയം എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ അമരമാണ് പിൻഭാഗം. എങ്ങനെ നമുക്ക് ഓർക്കാം? ഈ വള്ളത്തിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്കിലാണ്, പിൻഭാഗത്താണ് അമരക്കാരൻ ഉണ്ടാവുക അല്ലേ, തുഴയും പിടിച്ചിട്ട്. അപ്പോൾ ഈ തുഴ എന്ന് പറയുന്നത് ഒരു കോലാണ്, ഒരു മരം ഉപയോഗിച്ചിട്ടാണ് അല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മരം ഉപയോഗിച്ച് അമരക്കാരൻ പുറകിലാണ് തോണിയുടെ നിൽക്കുക അല്ലേ. അപ്പോൾ അമരമാണ് പിൻഭാഗം.
അണിയം എന്ന് പറയുന്നത് മുൻഭാഗമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, നമ്മളെപ്പോഴും വീടിൻ്റെ മുൻഭാഗത്താണ് നമ്മൾ അണിയുക എന്ന് പറഞ്ഞാൽ കോലം ഇടുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മൾ കോലപ്പൊടി കൊണ്ട് അണിയും അല്ലെ, എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ വീടിൻ്റെ മുൻഭാഗത്താണ് നമ്മൾ അണിയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ അണിയം എന്ന് പറയുമ്പോൾ മുൻഭാഗമാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് അമരം. പിൻഭാഗത്താണ് വള്ളത്തിൻ്റെ അമരക്കാരൻ ഈ പറയുന്ന മരവും കൊണ്ടുണ്ടാക്കിയ തുഴയും പിടിച്ച് ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ അണിയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അമരം. അടുത്തതാണ് സൂക്ഷ്മം. സൂക്ഷ്മം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥൂലം ആണ്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കുക, അതായത് ചെറിയതാണ്. സൂക്ഷ്മമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ വളരെ ചെറുതാണ്. സ്ഥൂലം എന്ന് പറയുമ്പോൾ എന്താ? വലുതാണ്. ഇത് നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ പഠിക്കും. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ മൈക്രോ എക്കണോമിക്സ് ആണ്, നമുക്ക് ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ മാക്രോ എക്കണോമിക്സ് ആണ്, വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ്. സൂക്ഷ്മത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്ഥൂലം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തതാണ് വികാസം, സങ്കോചം. വികാസത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സങ്കോചം. ഇത് നമുക്ക് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾ അല്ലേ. ഹൃദയം സങ്കോചിക്കുന്ന അവസ്ഥ എന്താണ് പറയുന്നത്, ഹൃദയം വികസിക്കുന്ന അവസ്ഥ എന്താണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സിസ്റ്റലി, ഡയസ്റ്റലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വികാസം, സങ്കോചം, ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് വികാസത്തിൻ്റെ ഓപ്പോസിറ്റ് സങ്കോചമാണെന്ന് കിട്ടുമല്ലോ. ഓക്കെ, യെസ്. ഇനി അടുത്ത വേർഡാണ് ചരം. ചരം. ചരം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അചരം. അചരം. ചരം എന്ന് പറഞ്ഞാൽ ചലിക്കാൻ പറ്റുന്നത്, അതായത് ജീവൻ ഉള്ളതിനെയാണ് നമ്മൾ ചരം എന്ന് പറയുന്നത്. അചരം എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ ഇല്ലാത്തവ, ചലിക്കാൻ പറ്റാത്തവയാണ് അചരം. നമ്മൾ ചരാചരങ്ങൾ, ചരാചരങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്ത് അങ്ങ് പറയല്ലേ, ചരാചരങ്ങൾ. ചരാചരങ്ങളല്ല, ചരാ അചരങ്ങൾ. ചരാ അചരങ്ങൾ എന്നാ പറയുന്നത്. ചരം, അചരം, ചരാ അചരങ്ങൾ, അതാണ് ചരാചരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ സർവചരാ അചരം. സർവചരാ അചരം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവനുള്ളവയും ജീവനില്ലാത്തവയും എന്നുള്ളൊരു അർത്ഥത്തിലാണ് പറയുന്നത്. സോ ചരം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അചരം. ഓക്കെ, അടുത്തത് വിപുലം. വിപുലം എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സംഗ്രഹം. സംഗ്രഹം. എങ്ങനെ ഓർത്തിരിക്കുക? വിപുലം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ എഴുതുക അല്ലേ, അതായത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിപുലീകരിച്ച് എഴുതുക. എന്താ വിപുലീകരിച്ച് എഴുതാൻ പറയുന്നത്? വിശദമായിട്ട് എഴുതണം അല്ലേ. അപ്പോൾ വളരെ വിശദമായിട്ട് പറയുന്നതിനെയാണ് വിപുലം എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ പറയും വിപുലമായിട്ട് നമ്മളൊരു സദ്യ നടത്തി അല്ലേ. എന്താണ്? വളരെ വിശാലമായിട്ട്, വിപുലമായിട്ട് നമ്മൾ ഒരു വലിയൊരു സദ്യ നടത്തി എന്നൊക്കെ പറയാറുണ്ട്. ഇനി സംഗ്രഹം നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മളൊരു അസൈൻമെൻ്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ മലയാളത്തിൽ അവസാനം നമ്മൾ എന്താണ്? അവസാനം സംഗ്രഹം എന്നെഴുതും. കൺക്ലൂഷൻ വളരെ ചുരുക്കിയിട്ട്, നമ്മൾ അത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചുരുക്കം നമ്മൾ എഴുതും. അതിന് നമ്മൾ ഹെഡിങ് എന്താ കൊടുക്കുക? സംഗ്രഹം എന്നാണ് കൊടുക്കുക. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ന വിഷയത്തെക്കുറിച്ച് സംഗ്രഹിച്ച് എഴുതുക അല്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താണ്? അത് ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ വിപുലം എന്ന് പറഞ്ഞാൽ വിപുലമായി, വിശാലമായി, വിശദമായി എന്നുള്ളൊരർത്ഥം. സംഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി എന്നുള്ളൊരർത്ഥമാണ്. ഓക്കെ, അപ്പോൾ വിപുലത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സംഗ്രഹം. ഇനി അടുത്ത വേർഡാണ് വൃദ്ധി. വൃദ്ധി എന്നതിൻ്റെ ഓപ്പോസിറ്റ് ക്ഷയം ആണ്. ക്ഷയം. വൃദ്ധിയുടെ ഓപ്പോസിറ്റ് എന്താ? ക്ഷയം. അപ്പോൾ വൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിവൃദ്ധി എന്നുള്ള ഒരർത്ഥമാണ് വൃദ്ധി. ക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയിച്ചു പോവുക അല്ലേ. അപ്പോൾ അത് വൃദ്ധിയും ക്ഷയവും നമുക്ക് എങ്ങനെ നോക്കാം? നമ്മൾ ചന്ദ്രനെ കണ്ടിട്ടുണ്ട് അല്ലേ. ചന്ദ്രൻ്റെ വൃദ്ധി, ക്ഷയം. ചന്ദ്രൻ ഇങ്ങനെ പൂർണ്ണമായിട്ട് നിൽക്കുന്ന രൂപമാണ് അഭിവൃദ്ധി അല്ലേ, വൃദ്ധി എന്ന് പറയുന്നത്. പിന്നീട് ചന്ദ്രൻ പോയിട്ട് ഈ പൂർണ്ണമായിട്ടുള്ള ചന്ദ്രൻ എന്തായിട്ട് മാറും? ഇത് ഇങ്ങനെ ഹാഫായിട്ട് മാറും അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ പറയും അത് ക്ഷയിച്ചു അല്ലേ. ചന്ദ്രൻ്റെ ക്ഷയം, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് കണ്ട ചന്ദ്രനാണെന്ന് തോന്നുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ വൃദ്ധിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ക്ഷയം എന്നാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത വേർഡ് ധാരാളം. ധാരാളം എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് വിരളം. വിരളം എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധാരാളമായിട്ടുണ്ട്, കുറേ ഉണ്ട്. വിരളം എന്ന് പറയുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ എന്നുള്ളൊരർത്ഥമാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ധാരാളം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരുപാടുണ്ട്. അപ്പോൾ കുറച്ചെന്ന് പറയുമ്പോഴെന്താ?
വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ എന്നുള്ളത് ഓർക്കാട്ടോ. അപ്പോൾ വിരലിൽ എണ്ണാവുന്നത് എന്നുള്ള രീതിയിൽ വിരളം എന്നുള്ള രീതിയിൽ ഓർത്തൂടെ. അപ്പോൾ ധാരാളത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിരളം ആണ്, വിരളം, വിരലിൽ എണ്ണാവുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി മാത്രം പറയണം. വിരളം, ധാരാളം, വിരളം. അടുത്തത് മൃദു. മൃദു എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കഠിനം, കഠിനം. ഓക്കെ, മൃദുവായത് ഭയങ്കര സോഫ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഭയങ്കര കഠിനമായത് അല്ലേ? മൃദു, കഠിനമാണ് ഓപ്പോസിറ്റ്, എല്ലാവർക്കും അറിയുന്നതാ. ഇനി സഹജം. സഹജം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആർജിതം എന്നാണ്. സഹജം, ആർജിതം. അപ്പം സഹജം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ജന്മനാൽ കിട്ടുന്നതാണ്. അതായത് ഇവ പാടാനുള്ള അവൻ്റെ കഴിവ് അത് സഹജമാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവന് ജന്മനാ കിട്ടിയതാണ്. പാടാനുള്ള അവൻ്റെ കഴിവ് അത് സഹജമാണ്. സഹജം എന്താ? ജന്മനാൽ കിട്ടിയതാണ്. പക്ഷേ ആർജിതം, അവൻ്റെ ആ കാണുന്ന മസിലുണ്ടല്ലോ, അത് അവൻ ആർജിച്ചെടുത്തതാണ് അല്ലേ? ആർജിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പ്രയത്നം കൊണ്ട് നമ്മളത് നേടിയെടുക്കുകയാണ് അല്ലേ? ചിലരുടെ മസിലൊക്കെ ജിമ്മിലൊക്കെ പോയി ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ആർജിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആർജിതം എന്ന് പറഞ്ഞാൽ നമ്മളത് നേടിയെടുക്കുന്നതാണ്. പക്ഷെ സഹജം എന്ന് പറയുമ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ, ജന്മനാൽ തന്നെ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? മുടി, സൗന്ദര്യം, നിറം എന്നൊക്കെ പറയുന്നത് ജന്മനാൽ, അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവ്, ഡാൻസ് കളിക്കാനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട് അല്ലേ? അപ്പോൾ അത് ജന്മനാ കിട്ടുന്നതാണ്, മറ്റേത് ആർജിച്ചെടുക്കുന്നതാണ്. ഓക്കെ, അടുത്തത് സൗന്ദര്യം. സൗന്ദര്യം എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? വൈരൂപ്യം എന്നാണ് കേട്ടോ. വൈരൂപ്യം. അപ്പോൾ ഇവിടെ സൗന്ദര്യം പോലെ തന്നെ ഇവിടെ ഒരു വാലുണ്ട് കേട്ടോ. വൈരൂപ്യം എന്നാണ് പറയാം അല്ലേ? വിരൂപ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സൗന്ദര്യം, സൗന്ദര്യം ഓപ്പോസിറ്റ് എന്താണ്? വൈരൂപ്യം, നമുക്കറിയാം. അടുത്തത് ശാശ്വതം. ശാശ്വതത്തിൻ്റെ ഓപ്പോസിറ്റ് നൈമിഷികം എന്നാണ്. നൈമിഷികം. അപ്പോൾ ശാശ്വതം എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നത് അല്ലേ? നമ്മൾ പറയും ഇതൊന്നും വലിയ ശാശ്വതമായിട്ടുള്ളതല്ല അല്ലേ? ശാശ്വതമായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചെയ്യുന്നതൊന്നും ശാശ്വതമല്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും അധികകാലം നീണ്ടു നിൽക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ ശാശ്വതം എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്നത്. അപ്പം നൈമിഷികം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് നിമിഷത്തേക്ക് മാത്രമേ അത് ഉണ്ടാവുള്ളൂ, കുറച്ച് കാലത്തേക്കേ ഉണ്ടാവുള്ളൂ അല്ലേ? നീണ്ടു നിൽക്കാത്തത്. അപ്പം ശാശ്വതം എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്നത്. നൈമിഷികം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷ നേരത്തേക്ക് മാത്രം. അപ്പോൾ ശാശ്വതത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? നൈമിഷികം. കിട്ടിയല്ലോ. അടുത്തത് സരസം. സരസം. സരസത്തിൻ്റെ ഓപ്പോസിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ വിരസം. അതേപോലെ നമുക്ക് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് രസം. രസത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? നീരസം. നീരസം. അപ്പോൾ സരസം. സരസം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് രസമാണ് എന്നുള്ള രീതിയിൽ. വിരസം, നമുക്കൊരു കാര്യത്തിനോട് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് വിരസത തോന്നും എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോൾ സരസത്തിൻ്റെ ഓപ്പോസിറ്റ് വിരസമാണ്. ഓക്കെ, സരസത്തിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വിരസമാണ്. ഇനി വെറും രസമാണെങ്കിലോ അതിൻ്റെ ഓപ്പോസിറ്റ് നീരസം. രസത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നീരസം. ഓക്കെ, അപ്പം രസം ആരാ ഉണ്ടാക്കുന്നത്? നീ ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. രസത്തിൻ്റെ ഓപ്പോസിറ്റ് നീരസമാണ്. ഇവിടെ സരസം എന്നുണ്ടെങ്കിൽ ഇവിടെ വിരസം എന്നാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തതാണ് ഉന്മുഖം. ഉന്മുഖം. ഉന്മുഖത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് വിമുഖം. വിമുഖം. അപ്പോൾ ഉന്മുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥ. നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് അയാളുടെ മുഖത്ത് നോക്കുന്നത് ഉന്മുഖമാണ്. എന്നാൽ വിമുഖം, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ തല താഴ്ത്തി നിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ വിമുഖത, ഭയങ്കര വിമുഖതയാണ് അവന് അല്ലേ? വിമുഖത എന്ന് പറയുമ്പോൾ എന്താണ്? തല ഉയർത്താനായിട്ട് താല്പര്യമില്ല, തല താഴ്ത്തിയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്, തല ഉയർത്തി നിൽക്കുന്നതാണെങ്കിൽ ഉന്മുഖമാണ് അല്ലേ? അപ്പം നമ്മുടെ എന്താണ്? മുഖത്തേക്ക് ഉയർത്തി, തല ഉയർത്തി മുഖത്തേക്ക് നോക്കുന്നു എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഉന്മുഖം, മുഖത്തേക്ക് തല ഉയർത്തിയാണ് നോക്കുന്നത്, അത് ഉന്മുഖമാണ്. മറ്റേത് എന്താണ് ഓപ്പോസിറ്റ്? വിമുഖം ആണ് കേട്ടോ. വിമുഖം. ഓക്കെ, അടുത്ത വേർഡ് ഉൽപ്പതിഷ്ണു. എന്താണ്? ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം, ഉൽപ്പതിഷ്ണു എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഉൽ എന്ന് പറയുന്നത് ഈ ത് എഴുതാം, അല്ലെങ്കിൽ ഇല്ല എഴുതാം. ഉൽപ്പതിഷ്ണു എന്നും എഴുതാം. ഇവിടെ രണ്ട് പായിട്ടിട്ട് എഴുതി കാണാറുണ്ട്, അത് തെറ്റാണ് കേട്ടോ. ഒന്നുകിൽ ഉത്പതിഷ്ണു എന്നിങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഉൽപ്പതിഷ്ണു എന്ന് എഴുതാം. രണ്ടാണെങ്കിലും ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് യാഥാസ്ഥിതികൻ എന്നാണ്. യാഥാസ്ഥിതികൻ.
യാഥാസ്ഥിതികൻ. അപ്പൊ എന്താണ് ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞാൽ? ഉയർച്ച ആഗ്രഹിക്കുന്നയാളാണ് ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു ഉയർച്ച ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ യാഥാസ്ഥിതികൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ച് ഉയർച്ചയും വളർച്ചയും ഒന്നും വേണ്ട, ഇപ്പം എങ്ങനെയാണോ അതേപോലെ തന്നെ പോയാൽ മതി. യഥാസ്ഥിതികൻ, ഇപ്പം നിലവിൽ എങ്ങനെയാണോ ആ സ്ഥിതിയിൽ തന്നെ പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളെയാണ്. അവരെ യാഥാസ്ഥിതിക ചിന്തിക്കുന്നവരാണ് അല്ലേ, അവരെ യാഥാസ്ഥിതികരാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാഥാസ്ഥിതി ചിന്തകരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർ പ്രത്യേകിച്ച് ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ അവർക്കൊരു ഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ അവർക്കൊരു വലിയ ചിന്തയൊന്നുമില്ല. ഇപ്പം എങ്ങനെയാണോ നിലവിൽ പോകുന്നത്, ഭാവിയെ പറ്റി വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല, ഇപ്പം എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ തന്നെ പോയാൽ മതി എന്നുള്ളൊരു ചിന്തയുള്ള ആളുകളെയാണ് നമ്മൾ യാഥാസ്ഥിതികൻ എന്ന് പറയുന്നത്. പക്ഷെ ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർച്ച ആഗ്രഹിക്കുന്ന ആളെയാണ് ഉൽപ്പതിഷ്ണു എന്ന് പറയാം. ഓക്കെ, അടുത്തത് നിരുപാധികം. നിരുപാധികം. നിരുപാധികം എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സോപാധികം. സോപാധികം. അപ്പം എന്താണ് നിരുപാധികം എന്ന് പറഞ്ഞാൽ? നിരുപാധികം. നിരുപാധികം എന്ന് പറഞ്ഞാൽ ഉപാധികളില്ലാതെ. നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ചില കേസിലൊക്കെ പെട്ട പ്രതികളെ അവനെ നിരുപാധികം വെറുതെ വിട്ടു, നിരുപാധികം പറഞ്ഞയച്ചു. എന്താ നിരുപാധികം? ഒരു ഉപാധികളും ഇല്ലാതെ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമായിട്ട് പെട്ട് കഴിഞ്ഞാൽ അവർ ചില ഉപാധികൾ വെക്കും അല്ലേ, ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല, മാസത്തിൽ ഒരു തവണ ഒന്ന് ഒപ്പിട്ടോണം, അങ്ങനെ കുറേ ഉപാധികളൊക്കെ വെച്ചിട്ടാണ് ചിലരെയൊക്കെ പുറത്തു വിടുന്നത് അല്ലേ. പക്ഷേ അവരെ നിരുപാധികം വിട്ടയച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപാധികളും ഇല്ല, അയാളെ പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അപ്പം നിരുപാധികം എന്ന് പറഞ്ഞാൽ ഉപാധികളില്ലാതെ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സോപാധികം. സോപാധികം എന്ന് പറഞ്ഞാൽ ഉപാധികളോടെ. ഉപാധികളോടെയാണ്. അപ്പം നിരുപാധികം ഉപാധികളില്ലാതെ, സോപാധികം എന്ന് പറയുമ്പോൾ ഉപാധികളോടെ എന്നുള്ള അർത്ഥമാണ്. അപ്പം നിരുപാധികത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സോപാധികം. ഓക്കെ, അടുത്തത് ആപേക്ഷ. ആപേക്ഷയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഉപേക്ഷ. അപേക്ഷയുടെ ഓപ്പോസിറ്റ് ഉപേക്ഷ. ഇത് ഈസിയാണ് അല്ലേ. അപേക്ഷയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഉപേക്ഷ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ മീനിങ് ഉള്ള വേർഡ്സ് ഒക്കെ കൊടുക്കും, പക്ഷെ നമ്മളെപ്പോഴും വിപരീത പദം ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറയുന്നത് മാത്രം എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക കേട്ടോ. ഏകദേശം അടുത്തെത്തി എന്നും പറഞ്ഞിട്ട് മാർക്ക് തരത്തില്ല. അപേക്ഷയുടെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ ഉപേക്ഷ തന്നെ എഴുതണം. അടുത്തത് വ്യഷ്ടി. വ്യഷ്ടി എന്നതിൻ്റെ ഓപ്പോസിറ്റ് സമഷ്ടിയാണ്. സമഷ്ടി. അപ്പോൾ എന്താണ് വ്യഷ്ടി? വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിനെ കുറിക്കുന്നതാണ് വ്യഷ്ടി എന്ന് പറയും. എന്നാൽ സമഷ്ടി എന്താ? ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ചേർന്നതിനെയാണ് സമഷ്ടി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മരം അല്ലെങ്കിൽ ഒരു ചെടി, അതിനെ നമ്മൾ വ്യഷ്ടി എന്ന ഗണത്തിൽപ്പെടുത്തും. ഇത് കുറേ മരങ്ങൾ ചേർന്നു, അപ്പോൾ എന്തായി? ഒരു വനമായി. ആ വനം എന്ന് പറയുന്നത് എന്താണ്? അത് സമഷ്ടിയുടെ ഗണത്തിലാണ് പെടുക. അപ്പോൾ ഒരു യൂണിറ്റിനെ കുറിക്കുന്നത് വ്യഷ്ടിയാണ്, ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ചേരുന്നതിനെയാണ് നമ്മൾ സമഷ്ടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കൃതജ്ഞത. അടുത്ത വേർഡാണ് കൃതജ്ഞത എന്ന് പറയുന്നത് കേട്ടോ. കൃതജ്ഞത. കൃതജ്ഞതയുടെ ഓപ്പോസിറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃതജ്ഞത ആണ് കേട്ടോ. കൃതജ്ഞത. കൃതജ്ഞത. കൃതജ്ഞതയുടെ ഓപ്പോസിറ്റ് എന്താ? കൃതജ്ഞത. അപ്പൊ കൃതജ്ഞത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി അല്ലെ, നന്ദിയുള്ള. അപ്പം നമ്മൾ പറയില്ലേ കൃതജ്ഞതയോടെ. നമ്മൾ കത്തൊക്കെ എഴുതുന്ന സമയത്ത് അവസാനം കൃതജ്ഞതയോടെ അല്ലെ, നന്ദിയോടെ എന്നൊക്കെ രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ കൃതജ്ഞത എന്താ? നന്ദി. അപ്പൊ കൃതജ്ഞത എന്താണ്? നന്ദികേട്. നന്ദികേട് കാണിക്കുന്നതിനെയാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി, കൃതജ്ഞത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദികേട്. ഓക്കെ, അടുത്തത് ഖണ്ഡനം. ഖണ്ഡനം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? മണ്ഡനം ആണ്. മണ്ഡനം. ഓക്കെ, അപ്പോൾ ഖണ്ഡനം എന്നതിൻ്റെ ഓപ്പോസിറ്റ് മണ്ഡനം. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ഖണ്ഡനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖണ്ഡിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മുറിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ, വിഭജിക്കുക, മുറിക്കുക എന്ന അർത്ഥമാണ്. മണ്ഡനം എന്ന് പറഞ്ഞാൽ എന്താണ്? യോജിപ്പിക്കലാണ് അല്ലെ. മണ്ഡനം യോജിപ്പിക്കുക. അപ്പോൾ ഇത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഖണ്ഡനം, അഖണ്ഡനം അങ്ങനെയൊക്കെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ മണ്ഡനമാണെന്ന് എങ്ങനെ സെലക്ട് ചെയ്യാം? ഖണ്ഡനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഖണ്ഡിക്കുക, മുറിക്കുകയാണ്. അപ്പോൾ യോജിപ്പിക്കുക എന്ന അർത്ഥത്തിൽ മണ്ഡനമാണ്. എങ്ങനെ ഓർക്കാം? ഈ മണ്ഡനം എന്ന് പറയുമ്പോൾ നമുക്ക് മണ്ഡപമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. മണ്ഡപം എന്ന് പറയുമ്പോൾ നമുക്ക് കല്യാണ മണ്ഡപമൊക്കെ ആയിട്ട് അല്ലേ, ആ കല്യാണ മണ്ഡപത്തിൽ എന്താ? ചെക്കനെയും പെണ്ണിനെയും യോജിപ്പിക്കുകയാണല്ലോ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ മണ്ഡനമാണ്. ഖണ്ഡനത്തിൻ്റെ മണ്ഡനമാണ് ഓപ്പോസിറ്റ്. യോജിപ്പിക്കുക എന്ന അർത്ഥം വരുന്നത് മണ്ഡനം. മണ്ഡപത്തിൽ ചെക്കനെയും പെണ്ണിനെയും യോജിപ്പിക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, അടുത്തത് പാലനം.
പാലനം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ലംഘനം അല്ലേ? നമ്മൾ പറയില്ലേ ഈ നിയമങ്ങളെല്ലാം നിങ്ങൾ പാലിക്കേണ്ടതാണ്, പാലനം. പക്ഷെ ആരും അത് പാലിക്കുന്നില്ല, എല്ലാവരും എന്താ ചെയ്യുന്നത്? നിയമലംഘനമാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ പാലനത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? ലംഘനം. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തത് അഗ്രജൻ. അഗ്രജൻ അഗ്രജൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അവരജൻ എന്ന് പറയുന്നത്. അവരജൻ, അഗ്രജന്റെ ഓപ്പോസിറ്റ് എന്താ? അവരജൻ. അപ്പോൾ അഗ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത ആള് എന്നാണ് അർത്ഥം കേട്ടോ. മുതിർന്ന ആളെയാണ് അഗ്രജൻ എന്ന് പറയാം. അപ്പൊ അവരജൻ എന്താ? അവരജൻ എന്ന് പറഞ്ഞാൽ ഇളയവൻ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, മൂത്തയാളെയാണ് നമ്മൾ അഗ്രജൻ എന്ന് പറയുന്നത്. അവരജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താഴ്ന്ന ആൾ, അതായത് ഇളയ ആള്, ഇളയവൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് അഗ്രജൻ മൂത്ത ആളാണ്, അപ്പൊ ഇളയവൻ എന്നുള്ളത് ഇളയ ആളുകളെയല്ലേ നമുക്ക് പേരൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. അവൻ അവൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഇളയ ആളെയാണ് വിളിക്കുക. മൂത്ത ചേട്ടന്മാരെ നമ്മൾ ചേട്ടാന്ന് വിളിക്കണം അല്ലേ? പക്ഷെ ഇളയവനെ നമുക്ക് എന്ത് വിളിക്കാം? അവൻ എന്ന് വിളിക്കാം. അപ്പൊ ആ വ ഇൻ അതുള്ളതാണ് അവരജൻ. അവൻ എന്നുള്ളൊരു വേർഡ് അതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ അഗ്രജന്റെ ഓപ്പോസിറ്റ് എന്താ? അവരജൻ. ഓക്കെ, അപ്പൊ വേറെ പല വേർഡ്സും ഉണ്ടാവും. അപ്പൊ അവിടെ അഗ്രജൻ എന്ന് പറഞ്ഞാൽ മൂത്ത ആളെയാണ്. അപ്പൊ അതിന്റെ ഇളയ ആള് അവരജൻ. അവൻ എന്ന് പറയുന്ന ഒരു വേർഡ് അതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. അഗ്രജന്റെ ഓപ്പോസിറ്റ് എന്താ? അവരജനാണ്, അവരജൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട PYQs ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇനിയുള്ള പരീക്ഷകൾക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള വേർഡ്സ് ആണ്. അപ്പോൾ ഇനിയും ഇതിനേക്കാളും കൂടുതൽ വേർഡ്സ് പഠിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ ഇത്രയും പഠിക്കുക. ഇനി നമുക്ക് വരുന്ന ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ വീണ്ടും ടോപ്പിക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ കൂടുതൽ വേർഡ്സ് ഞാൻ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പോൾ തൽക്കാലം ഇത്രയും വേർഡ്സ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക്